Very good afternoon and good morning too. Today we will discuss about the bond price and bond pricing theorems. So all investment including bonds and shares derive value from they are expected to generate. Because the cash flows will be received over future periods, there is need to discount these future cash flows to derive a present value or price of the security. In general terms, the theoretical price of any security can be established as the present value of future stream of cash flows. All investment including bonds and shares derive value from they are expected to generate. അപ്പം ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും അതായത് എന്താണ് ബോണ്ടായാലും ഷെയർ ആയാലും അതിനെന്തുണ്ട് ഒരു വാല്യൂ ഉണ്ട്. അത് ഇതിൽ നിന്നാണ് ആ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത്. ദേ ആർ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് എന്താണ് വാല്യൂ ഫ്രോം ദേ ആർ എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ്. അവർ ജനറേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ എന്താണ് വാല്യൂവിൽ നിന്നാണ് അതെന്ത് ചെയ്യണത്, അതിൻ്റെ എന്ത് ചെയ്യുന്നത്, വാല്യൂ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, because the cash flows will be received over future periods, there is a need to discount these future cash flows to derive a present value or price of the security. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോസ് വിൽ ബി റിസീവ്ഡ് എന്നാണ് ഓവർ ഫ്യൂച്ചർ പീരീഡ്സ് എന്നാണ് നമുക്ക് വരാനുള്ള അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചർ പീരീഡിൽ കിട്ടാനുള്ള ക്യാഷ് ഫ്ലോസ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ദർ ഇസ് എ നീഡ് ടു ഡിസ്കൗണ്ട് ദീസ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. എന്തിന്? ടു ഡിറൈവ് എ പ്രസൻറ്റ് വാല്യൂ. നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റി കിട്ടണമെന്നുണ്ട് എങ്കിൽ നമുക്ക് എന്താണ് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ചെയ്യണം. In general terms, നമുക്ക് എന്ത് പറയാം, the theoretical price of any security can be established as the present value of future stream of cash flows. അപ്പോൾ ഒരു എന്താണ് ഏതൊരു സെക്യൂരിറ്റിയുടെയും തിയററ്റിക്കൽ പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂച്ചർ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോസിന് എന്ത് ചെയ്യുന്നതാണ്, പ്രസൻറ്റ് വാല്യൂ ആണ്. അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, അതായത് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏതൊരു സെക്യൂരിറ്റിൻ്റെയും എന്താണ് പ്രൈസ് എന്ന്, തിയററ്റിക്കൽ പ്രൈസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ദ വാല്യൂ ഓഫ് ബോണ്ട് ഈസ് ഈക്വൽ ടു ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് എന്നാണ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് എന്നാണ് ആ ബോണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ആ എന്താണ് അതിൻ്റെ എന്താണ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആണ്. സോ ദ ക്യാഷ് ഫ്ലോസ് ഫ്രം എ ബോണ്ട് കൺസിസ്റ്റ് ഓഫ് ദ ആനുവൽ ഓർ സെമി ആനുവൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആസ് വെൽ ആസ് പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് അറ്റ് മെച്യൂരിറ്റി. അതുകൊണ്ട് തന്നെ ബോണ്ടിൽ നിന്നുണ്ടാകുന്ന എന്താണ് ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രണ്ടെണ്ണമാണുള്ളത് അല്ലേ. എ ബോണ്ട് കൺസിസ്റ്റ് ഓഫ് ദ ആനുവൽ ഓർ സെമി ആനുവൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്നാണ് ഒന്ന്, ആനുവൽ എന്താണ് ഓർ സെമി ആനുവൽ ആയിട്ടുള്ള എന്താണ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും ആസ് വെൽ ആസ് എന്താണ് മെച്യൂരിറ്റി സമയത്ത് പ്രിൻസിപ്പൽ എന്താണ് റീപേയ്മെൻറ്റ് അറ്റെന്താണ് മെച്യൂരിറ്റി നമ്മൾക്ക് എന്താണ് നമ്മുടെ മെച്യൂരിറ്റി സമയത്ത് എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇതാണ് രണ്ട് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് ബോണ്ട്, ദീസ് ക്യാഷ് ഫ്ലോസ് ആസ് വെൽ ആസ് ദ ടൈം പീരീഡ് ഓവർ വിച്ച് ദീസ് ഫ്ലോസ് എന്താണ് ഒക്കേഴ്സ് ആർ നോൺ. നമ്മൾ ബോണ്ടിൻ്റെ കേസിൽ നമുക്ക് എന്തറിയാം, ഈ ക്യാഷ് ഫ്ലോസും അറിയാം, അപ്പോൾ എത്ര മെച്യൂരിറ്റി ആണെന്നുള്ളത് നമുക്കറിയാം. എന്താണ് ഏതൊക്കെ എത്ര ടൈം പീരീഡ് വരെ നമുക്ക് എന്ത് കിട്ടും, ഈ എമൗണ്ട് നമുക്ക് ഈ എന്താ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എത്ര എമൗണ്ട് വരെ ഉണ്ടാവും, പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് ആദ്യമേ അറിയാവുന്നതാണ്. സോ ദീസ് ക്യാഷ് ഫ്ലോസ് ഹാവ് ടു ബി ഡിസ്കൗണ്ടഡ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ടു ഡിറ്റർമിൻ ദിയർ പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്താൽ മതി, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡിസ്കൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബോണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും നമുക്ക് കിട്ടും. സോ P0 is equal to എന്താണ് സിഗ്മ IT by 1 plus K all raised to T plus MV by 1 plus K all raised to N. So P0 is equal to present value of the bond, IT is equal to എന്താണ് annual interest payment, MV is equal to എന്താണ് maturity value of the bond, N is equal to number of years to maturity, K is equal to appropriate discount rate.
So for using the equation, the appropriate discount rate has to be determined. നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. So the current market interest rate which investors can earn other comparable investment is the proper discount rate to be used in the present value model. അപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റ് വാല്യൂ മോഡൽ ഉപയോഗിക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, കറണ്ട് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. കറണ്ട് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. എങ്ങനെയുള്ള വിച്ച് ഓൺ ക്യാൻ എന്താണ് ഏൺ ഓൺ അതർ കമ്പയറബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, നമ്മൾക്ക് ബാക്കിയുള്ള കമ്പയറബിൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഏൺ ചെയ്യാവുന്ന കറണ്ട് ഇൻട്രസ്റ്റ് മാർക്കറ്റ് റേറ്റ് ആണ് നമ്മൾ എന്തിനായിട്ട് ഉപയോഗിക്കുന്നത്, ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് ബോണ്ട്സ് മേ പേ ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ഇൻ്റർവെൽസിൽ എന്താണ്, ചില ബോണ്ട് ഹാഫ് ഇയർലി ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. സോ വേർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആർ സെമി ആനുവൽ ദ പ്രസൻറ്റ് വാല്യൂ ഇക്വേഷൻ ഹാസ് ടു ബി മോഡിഫൈഡ് എന്താണ്, സെമി ആനുവൽ ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത് എങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എങ്കിൽ എന്താണ് ഇക്വേഷനിൽ എന്താണ് IT/2 ഉണ്ടാവും. അതേപോലെ എന്താണ് പ്ലസ് 1/K/2 ഉണ്ടാവും. ഓൾ റേസ് ടു T പ്ലസ് എന്താണ് MV ഡിവൈഡ് ബൈ 1+K/2 എന്താണ് ഓൾ റേസ് ടു 2N ഉണ്ടാവും. ഇതാണ് വ്യത്യാസം. അതായത് നമ്മൾ ഇക്വേഷൻ ഈ രീതിയിലേക്ക് നമുക്ക് മോഡിഫൈ ചെയ്യാം. നമ്മൾ പറയുന്നത് എന്താണ്, ബോണ്ട് പ്രൈസിങ് തിയറംസ്. ബോണ്ട്സ് ആർ ജനറലി ഇഷ്യൂഡ് വിത്ത് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോൺ ആസ് എന്താണ് കൂപ്പൺ റേറ്റ്. എന്താണ്, ബോണ്ട്സ് ആർ ജനറലി ഇഷ്യൂഡ് വിത്ത് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, ബോണ്ട് സാധാരണയായിട്ട് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് എന്താണ് ഇൻട്രസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇഷ്യൂ ചെയ്യാറുള്ളത്. ആ ഇൻട്രസ്റ്റ് റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. So at the time of issue of the bonds, its coupon rate will generally be equal to the എന്താണ് prevailing മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. എന്താണ്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റ് സാധാരണയായിട്ട് എന്തിനോട് ഈക്വൽ ആയിരിക്കും, മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനോട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിനോട് ഈക്വൽ ആയിരിക്കും. As time passes, the market interest rate rises above the coupon rate of bond and the bond provide a lower return and hence it becomes less attractive. ഈ സമയം കടന്നു പോകുന്നതിനനുസരിച്ചിട്ട് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും, കൂടുകയും എന്തിനേക്കാളിലും കൂപ്പൺ റേറ്റിനേക്കാളിലും കൂടുകയും നമ്മുടെ ബോണ്ട് പ്രൊവൈഡ് എ ലോവർ റിട്ടേൺ എന്താണ്, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ റിട്ടേൺ ആയിരിക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുക, നമ്മുടെ ബോണ്ട് പ്രൊവൈഡ് ചെയ്യുക. അതിനെക്കൊണ്ട് അതെന്തായിരിക്കും, ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ലെസ് അട്രാക്റ്റീവ് ആയിരിക്കും. ദ പ്രൈസ് ഓഫ് ദ ബോണ്ട് ഡിക്ലൈൻ ഇറ്റ്സ് എന്താണ്, ഫേസ് വാല്യൂ എന്താണ്, ബോണ്ടിൻ്റെ എന്താണ് പ്രൈസ് എന്തിനേക്കാളും കുറവും അതിൻ്റെ ഫേസ് വാല്യൂവിനേക്കാളിലും എന്ത് ചെയ്യും, കുറയും. കാരണം എന്താണ്, മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ ഇൻട്രസ്റ്റ് ആയി കൊടുക്കുമ്പോൾ അത് വാങ്ങാൻ ഉണ്ടാവില്ല. If the market interest rate declines below the coupon rate, the bond price will increase and the bond will begin to be sold at a premium on its face value. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് കേസ് എടുക്കുകയാണെങ്കിൽ, ഇഫ് ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്ലൈൻസ് ബിലോ ദ കൂപ്പൺ റേറ്റ് എന്താണ്, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്തിനേക്കാട്ടിലും കുറവാണെങ്കിൽ, കൂപ്പൺ റേറ്റിനേക്കാട്ടിലും കുറവാണ് എങ്കിൽ ബോണ്ട് പ്രൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദ ബോണ്ട് വിൽ ബിഗിൻ ടു ബി സോൾഡ് അറ്റ് എ പ്രീമിയം ഓൺ ഇറ്റ്സ് ഫേസ് വാല്യൂ. ബോണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഈ ഇത് കുറയുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ് എന്ത് ചെയ്യേണ്ടി വരും, ഡിസ്കൗണ്ടിനാണ് എന്ത് ചെയ്യേണ്ടി വരിക, ഇഷ്യൂ ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് കേസാണ്. കാരണം എന്താണ്, ബോണ്ട് പ്രൈസ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റാണ് എന്തുള്ളത്, കൂടുതലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, എന്ത് ചെയ്യും, ഇത് പ്രീമിയത്തിന് എന്ത് ചെയ്യും, ഫേസ് വാല്യൂ പ്രീമിയം മോണിറ്റ്സ് എന്താണ് ഫേസ് വാല്യൂ എന്ത് ചെയ്യും, ഇത് സോൾഡ് ചെയ്യുന്നത് അട്രാക്റ്റീവായിട്ട് മാറും. ദസ് ബോണ്ട് പ്രൈസസ് വേരി ഇൻവേഴ്സ്ലി വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് പ്രൈസ്. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ബോണ്ട് പ്രൈസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആണ് എന്ത് ബോണ്ട് പ്രൈസ് ആൻഡ് എന്താണ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റും. എന്താണ്, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാവുന്ന സമയത്ത് ബോണ്ടിൻ്റെ റേറ്റിനെക്കാട്ടിലും എന്താണെങ്കിൽ കുറവാണെങ്കിൽ ഇതായിരിക്കും ബോണ്ടിൻ്റെ ദ ബോണ്ട് പ്രൈസ് വേരി ഇൻവേഴ്സ്ലി, ബോണ്ടിൻ്റെ പ്രൈസ്
ഇതെന്ത് ചെയ്യുന്നു, ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ആര് തമ്മിലുള്ളത്, ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് വിശദമായിട്ട് പറയാം. So the amount of price variation necessary to adjust to a given change in interest rate is a function of the number of years to എന്താണ് maturity. പിന്നെ പറയുന്നതാണ് the amount of price variation necessary to adjust. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ എന്താണ് ഈ വേരിയേഷൻ, പ്രൈസ് വേരിയേഷനിലുള്ള എന്താണ് അല്ലെങ്കിൽ ആ വേരിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്താണ് എന്തിലുള്ള ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് ആ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള എന്താണ് ചേഞ്ചിനനുസരിച്ചിട്ടാണ്. അത് എന്തിൻ്റെ ഫംഗ്ഷനാണ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി നമ്പർ ഓഫ് ഇയേഴ്സ് ടു മെച്യൂരിറ്റി. ഇതെന്താണ് ആ നമ്പർ ഓഫ് ഇയേഴ്സ് ടു മെച്യൂരിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അത് എന്തായിട്ട് പോകുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. So the long-term bonds generally have great exposure to എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. എന്താണ് ആ ലോങ് ടേം ബോണ്ടാണ് എന്ത് ചെയ്യുന്നത്, ലോങ് എന്താണ് ഇൻട്രസ്റ്റ് റേറ്റിനോടൊക്കെ എന്നുള്ളത് ഒരു ഗ്രേറ്റ് എക്സ്പോഷറായിട്ട് ഉള്ളത്. So the relation between bond price and changes in market interest rates have been stated by Burton G. Malkiel in the form of 5 general principles. നോക്കുക, the relation between bond price and changes എന്താണ് ആ ബോണ്ട് പ്രൈസും അതിലുള്ള മാറ്റങ്ങളും എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാവ് ബീൻ സ്റ്റേറ്റഡ് ബൈ ബർട്ടൺ ജിൻ മാൽക്കിൽ. ബർട്ടൺ ജിൻ മാൽക്കിൽ എന്ന് പറയുന്നയാൾ ഒരു 5 പ്രിൻസിപ്പിളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ നോൺ ആസ് ബോണ്ട് പ്രൈസിങ് തിയറംസ്. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ബോണ്ട് പ്രൈസിങ് തിയറംസ് എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. ദേ എക്സ്പ്ലെയിൻ ദ ബോണ്ട് പ്രൈസിങ് ബിഹേവിയർ ഇൻ ആൻ എൻവയോൺമെൻറ്റ് ഓഫ് ചേഞ്ചിങ് ഇൻട്രസ്റ്റ് റേറ്റ്. എന്താണ് ഇത് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ദ പ്രൈസിങ് ബിഹേവിയർ എന്താണ് ബോണ്ടിൻ്റെ പ്രൈസിങ് ബിഹേവിയർ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടിൻ്റെ പ്രൈസിങ് ബിഹേവിയറിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, ഒന്നാമത്തെ തിയറം നോക്കുക. ബോണ്ട് പ്രൈസസ് വിൽ മൂവ് ഇൻവേഴ്സ്ലി ടു മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്. എന്താണ് ഒന്നാമത്തെ തിയറം പറയുന്നത്, ബോണ്ട് പ്രൈസും മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസും എന്ത് ചെയ്യുന്നു, ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. നോക്കുക, സോ ലെറ്റ് us assume a 3-year 10% കൂപ്പൺ പേയിങ് ബോണ്ട്. നോക്കുക, ഫോർ ഇല്ലസ്ട്രേഷൻ നോക്കുക, when YTM ഈസ് ഈക്വൽ ടു എന്താണ് 10%, പ്രൈസ് ഈസ് ഈക്വൽ ടു എത്രയാണ് 100 ആണ്. ദെൻ when YTM ഈസ് ഈക്വൽ ടു എന്താണ് 11%, പ്രൈസ് ഈസ് ഈക്വൽ ടു എന്താണ് 97.55 ആണ്. when YTM ഈസ് ഈക്വൽ ടു 9%, പ്രൈസ് ഈക്വൽ ടു എന്താണ് 102.53 ആണ്. സോ ഹെൻസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് എന്താണ് ആസ് yield increases പ്രൈസ് ഓഫ് ദ ബോണ്ട് ഡിക്ലൈൻ ആൻഡ് എന്താണ് വൈസ് വേഴ്സ. അതായത് ഇവിടെ നോക്കൂ, 10% എന്ത് ചെയ്യുന്ന ബോണ്ടിൽ നിന്നും നമുക്ക് എന്തെന്ന സമയത്ത് വരുമാനമുള്ളപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ് 100 ആണ്. അപ്പം 11 എന്ത് ചെയ്യുന്നു കൂടി, പ്രൈസ് എത്രയായിട്ട് കുറഞ്ഞു, 97.55 എന്ത് ചെയ്യുന്നു കുറയുന്നു. ഇനി 10ൽ നിന്ന് 9 കുറയുമ്പോൾ എത്രയാണ് കൂടുന്നത്, 102.53 എന്ത് ചെയ്യുന്നു കൂടുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത് എന്താണ് എന്ത് തമ്മിൽ എന്ത് ഇൻട്രസ്റ്റ് റേറ്റും പ്രൈസും തമ്മിൽ എന്താണ് ഇൻവേഴ്സ്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് എങ്കിൽ എന്ത് ചെയ്യും, പ്രൈസ് കുറയും. അതേപോലെ തന്നെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ എന്ത് കൂടും, പ്രൈസ് എന്ത് ചെയ്യുകയും ചെയ്യും, കൂടുകയും ചെയ്യും. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഇനി രണ്ടാമത്തെ തിയറം നോക്കുക. ബോണ്ട് പ്രൈസ് വേരിയബിലിറ്റി ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ടേം ടു മെച്യൂരിറ്റി, which means for a given change in the level of market interest rate, changes in bond prices are greater for എന്താണ് ലോങ്ങർ ടേം മെച്യൂരിറ്റീസ്. അതായത് ബോണ്ട് പ്രൈസ് വേരിയബിലിറ്റി എന്തുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്, മെച്യൂരിറ്റി ആയിട്ട് എന്താണ് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഫോർ എ ഗിവൺ ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഒരു മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തുണ്ടാകുന്ന സമയത്ത് മാറ്റമുണ്ടാകുമ്പോൾ സമയത്ത് ചേഞ്ചസ് ഇൻ ബോണ്ട് പ്രൈസസ് ആർ ഗ്രേറ്റർ ഫോർ എന്നാണ്
അത് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത് ലോങ് ടേം മെച്യൂരിറ്റി ഉള്ളതിന് എന്ത് ചെയ്യും ഡയറക്റ്റ് ആയിട്ടാണ് കൂടുതൽ എന്ത് ചെയ്യുന്നു ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രൈസും അതേപോലെ തന്നെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റും ഇൻവേഴ്സ് റിലേഷനാണ്. പക്ഷേ എന്താണ് ബോണ്ട് പ്രൈസ് വേരിയബിലിറ്റിയും അതേപോലെ തന്നെ എന്താണ് ലോങ് ടേം എന്താണ് മെച്യൂരിറ്റി, അതായത് മെച്യൂരിറ്റിയും തമ്മിൽ എന്ത് റിലേഷനാണ് ഡയറക്റ്റ് റിലേഷനാണ്. ഓക്കെ, ഇനി മൂന്നാമത് തിയറം പറയുന്നു എ ബോണ്ട് സെൻസിറ്റിവിറ്റി ടു ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് increases at a diminishing rate as the time remaining until its എന്താണ് മെച്യൂരിറ്റി ഇൻക്രീസസ്. ഓക്കെ, നോക്കുക എ ബോണ്ട്സ് സെൻസിറ്റിവിറ്റി ടു ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ചിട്ടുള്ള ബോണ്ടിൻ്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണ് ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്, എന്താണ് ഒരു ഡിമിനിഷിങ് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത്. ആസ് ദ ടൈം റിമൈനിങ് അണ്ടിൽ ഇറ്റ്സ് എന്താണ് മെച്യൂരിറ്റി ഇൻക്രീസസ്, അതായത് അതിൻ്റെ മെച്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് വരെ ബോണ്ടിൻ്റെ സെൻസിറ്റിവിറ്റി ടു ചേഞ്ചസ് ചെയ്യുന്ന മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നത് മെച്യൂരിറ്റിയും ഇത് നമ്മൾ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിലും എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഒരു ഡിമിനിഷിങ് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത്. ഇത് മെച്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് വരെ എന്താണ് ഒരു ഡിമിനിഷിങ് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത് അത് കൂടുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നു ദ പ്രൈസ് ചേഞ്ചസ് റിസൾട്ടിങ് ഫ്രം എൻ ഈക്വൽ അബ്സല്യൂട്ട് ഇൻക്രീസ് ഇൻ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ നോട്ട് സിമെട്രിക്കൽ. ദാറ്റ് ഈസ് എനി ഗിവൺ മെച്യൂരിറ്റി എ ഡിക്രീസ് ഇൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് causes a price rise that is larger than the price decline that result from an equal increase in the market interest rates. നോക്കുക, so the price changes resulting from equal and absolute increase in market interest rate are not symmetrical. അതായത് പ്രൈസ് ചേഞ്ചസ്, അതായത് ബോണ്ടിൻ്റെ അബ്സല്യൂട്ട് ഇൻക്രീസിലോ ഉണ്ടാകുന്നതാണ് പ്രൈസ് ചേഞ്ച്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈസും അതേപോലെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് എന്ന് പറയുന്നു. അതെന്തല്ല, ആ റിലേഷൻഷിപ്പ് എന്തല്ല എന്നാണ് പറയുന്നത് സിമെട്രിക്കൽ അല്ല, അതായത് ഒരേപോലെ ഉള്ളതല്ല. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ അറിയാം, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ, രണ്ട് സൈഡിൽ നിന്നും എന്താണ് ഈക്വൽ ആയിട്ടാണ്. അതിനെക്കൊണ്ടാണ് നമ്മൾ അതിനെന്താണ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതെവിടെ എന്തല്ല സിമെട്രിക്കൽ അല്ല. അതായത് എനി ഗിവൺ മെച്യൂരിറ്റി എ ഡിക്രീസ് ഇൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കോസസ് എ പ്രൈസ് റൈസ്, അതായത് എന്ത് ചെയ്യുന്നു മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന കുറവ് എന്തിന് കാരണമാകും പ്രൈസ് റൈസിന് എന്തായാലും കാരണമാകും. ദാറ്റ് ഈസ് ലാർജർ ദാൻ ദ പ്രൈസ് ഡിക്ലൈൻ ദാറ്റ് റിസൾട്ട് ഫ്രം എന്താണ് എൻ ഈക്വൽ ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇപ്പോൾ 1% എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ പ്രൈസ് കുറയും. ഓക്കെ, ഇനി വീണ്ടും അതേ 1% എന്ത് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും പ്രൈസ് എന്ത് ചെയ്യും കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും കുറയും, ഇനി കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും പ്രൈസ് കൂടും. അപ്പോൾ ഇവ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ 1% ഇൻക്രീസിനുള്ള വ്യത്യാസവും എന്ന് പറയുന്നത് കൂടുന്നതും കുറയുന്നതും എന്തായിരിക്കില്ല ഒരേപോലെ ആയിരിക്കില്ല എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഒരു എക്സാമ്പിൾ നോക്കുക. So let us assume എന്താണ് 3-year bond for illustration എന്താണ് when YTM is equal to 10% എന്താണ് 100 രൂപയാണ് എന്താ അതിൻ്റെ പ്രൈസ്. when YTM is equal to 11 എന്തായിട്ട് മാറി 97.55 ആയി, അതായത് ചേഞ്ച് ഇൻ പ്രൈസ് എന്താണ് മൈനസ് എന്താണ് 2.45%. then when YTM is equal to എന്താണ് 9% പ്രൈസ് എത്രയായി 102.53, അതായത് ചേഞ്ച് ഇൻ പ്രൈസ് എന്താണ് പ്ലസ് 253% ആയിട്ട്. അതായത് എന്താണ് ഈ ഇൻക്രീസും ഡിക്രീസും എന്താവുന്നത് 1% കൂടുകയും കുറയുകയും ചെയ്യുന്ന സമയത്ത് ഈ ഇൻക്രീസും ഡിക്രീസും എന്തായിരിക്കില്ല ഈക്വൽ ആയിരിക്കില്ല എന്നാണ് ഇവിടെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് സിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻക്രീസും ഡിക്രീസും ഇവിടെ എന്തല്ല ഈക്വൽ അല്ല. ഇതിനടുത്ത തിയറം നോക്കുക. ബോണ്ട് പ്രൈസ് വോളാറ്റിലിറ്റി ഈസ് റിലേറ്റഡ് ടു ദ കൂപ്പൺ റേറ്റ് which implies that the percentage changes in a bond's price due to changes in the market interest rate will be smaller if its coupon rate is higher. അതായത് ബോണ്ട് പ്രൈസ് വോളാറ്റിലിറ്റി ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു കൂപ്പൺ റേറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് റിലേറ്റ് ചെയ്യുന്നത്. വിച്ച് ഇംപ്ലൈസ് ദാറ്റ്, അതായത് പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ എ ബോണ്ട് പ്രൈസ്, അതായത് ബോണ്ട് പ്രൈസിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് ഏതുകൊണ്ട് ഡ്യൂ ടു ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് ആ
മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കാരണം ബോണ്ടിലുണ്ടാകുന്ന പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻ വിൽ ബി സ്മോളർ, കുറവായിരിക്കും. എന്താണെങ്കിൽ ഇഫ് ഇറ്റ്സ് കൂപ്പൺ റേറ്റ് ഈസ് ഹയർ, അതായത് ഹയർ കൂപ്പൺ റേറ്റ് ഉള്ളത് എന്തായിരിക്കും, ഈ ചേഞ്ച് എന്തായിരിക്കും, കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് കൂപ്പൺ റേറ്റ് കൂടുതലുള്ള, അതായത് ഇപ്പോൾ 10% 11% എന്ത് ഉള്ളത് എങ്കിൽ കൂപ്പൺ റേറ്റ് ഉള്ളത് എങ്കിൽ എന്താണ് ഈ വൊളാറ്റിലിറ്റി കൂടുതൽ ഏതിനായിരിക്കും, 10%-ആയിരിക്കും. എന്തിനായിരിക്കില്ല, 11%-ആയിരിക്കില്ല. അതാണ് പറഞ്ഞത് എന്താണ്, ഇറ്റ് വിൽ ബി സ്മോളർ ഇഫ് ഇറ്റ്സ് കൂപ്പൺ റേറ്റ് ഈസ് ഹയർ. അതായത് കൂപ്പൺ റേറ്റ് ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ബോണ്ടിൻ്റെ വൊളാറ്റിലിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം നോക്കുക, നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് അസ്യം എന്താണ് 3 year 10% എന്നാണ് കൂപ്പൺ പേയിങ് ബോണ്ട് ആൻഡ് എന്താണ് 3 year 11% കൂപ്പൺ പേയിങ് ബോണ്ട് നോക്കാം. 3 year 10% കൂപ്പൺ പേയിങ് ബോണ്ട് എന്നാണ് YTM ഈസ് ഈക്വൽ ടു 10%, പ്രൈസ് എന്നാണ് 100 ആണ്. വെൻ YTM ഈസ് ഈക്വൽ ടു എന്നാണ് 11%, പ്രൈസ് എന്നാണ് 97.5, അതാണ് -2.45. ദെൻ YTM ഈസ് ഈക്വൽ ടു 9%, പ്രൈസ് എത്രയാണ് 102.53, ചേഞ്ച് ഇൻ പ്രൈസ് എന്നാണ് 2.53%. ഇനി 3 year 11% കൂപ്പൺ പോയിന്റ് ആകുന്ന സമയത്ത് YTM 10 ആകുന്ന സമയത്ത് എത്രയാണ് 102.42, YTM 11 ആകുന്ന സമയത്ത് എന്താണ് 100 ആണ്. ചേഞ്ച് ഇൻ പ്രൈസ് എത്രയാണ് 2.42% ആണ്. ഓക്കെ, ദെൻ YTM ഈസ് ഈക്വൽ 9%, പ്രൈസ് എന്താണ് 105.06 ആണ്. ചേഞ്ച് ഇൻ പ്രൈസ് എന്താണ് +2 എന്താണ് 52% ആണ്. അപ്പോൾ ഇവിടെ എന്ത് കുറവാണ്, ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ചും കൂടി വൊളാറ്റിലിറ്റി കൂടുതലുള്ളതിനാണ് 10% ബോണ്ടിനാണ്. അപ്പോൾ അതാണ് കൂപ്പൺ റേറ്റ് ഹയർ ആകുന്ന സമയത്ത് എന്ത് കുറവായിരിക്കും, വൊളാറ്റിലിറ്റി കുറവായിരിക്കുമെന്ന് കൺക്ലൂഷനിൽ എത്താം. സോ ലെറ്റ് us assume that current YTM is 10% and then it increased to 11% and declined to 9%. നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് 10%, പിന്നെ അത് എത്രയായി 11%, പിന്നെ അത് 9% എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു. സോ യു ക്യാൻ ക്ലിയർലി സീ ഇൻ ദ അബവ് ഇൻഫർമേഷൻ ദാറ്റ് പ്രൈസ് മൂവ്മെൻറ്റ് ഓഫ് ദ 11% കൂപ്പൺ ബോണ്ട് ഈസ് ലോവർ ദാൻ എന്താണ് 10% കൂപ്പൺ ബോണ്ട്. എന്താണ് പ്രൈസിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നോക്കി എന്താണ് കൂടുതൽ ഏതിനാണുള്ളത്, 10%-നാണ് എന്നുള്ളത് കൂടുതലുള്ളത്, എന്തിനേക്കാട്ടിലും 11%-നേക്കാട്ടിലും കൂടുതലുള്ളത്. സോ ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ഹയർ കൂപ്പൺ ബോണ്ട്സ് ആർ ലെസ് വോളറ്റൈൽ ദാൻ സ്മോളർ കൂപ്പൺ ബോണ്ട്സ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഹയർ കൂപ്പൺ ബോണ്ട് എന്തിനേക്കാട്ടിലും എന്താണ് വോളറ്റാലിറ്റി എന്നാണ് കുറവാണ്, എന്തിനേക്കാട്ടിലും സ്മോളർ കൂപ്പൺ ബോണ്ടിനേക്കാട്ടിലും. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ചോദിക്കുക കേട്ടോ.